ഹായ് ഹലോ നമസ്കാരം. ഇത് നമ്മുടെ കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ്. ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അത് നല്ല രസമാണ് അവർ ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട്. ഈ ചെറിയ ബേഡ്സ് ആണെങ്കിൽ ഇങ്ങനെ തുള്ളി 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 നിൽക്കും. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ ഒന്ന് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് പലരും പറയുന്നത് കേട്ടു. അതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്ക് ഫിഞ്ചസ് മുതൽ എല്ലാ ബേഡ്സിനെയും ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാം. ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഈ യെല്ലോ ഫിഷർ, ലൂട്ടിനോ ഫിഷർ, സ്പ്ലിറ്റ് ഇതിനൊന്നും ഒരാൾക്ക് സ്വന്തമായിട്ട് വാങ്ങി വളർത്താൻ വലിയ ഒരുപാട് ചിലവുകളൊന്നുമില്ല. തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്ന ഒരു ബേഡാണ്. നമ്മൾ വാങ്ങിയൊരു എന്താ പറയുക, ഒരു 10-20 ദിവസം ഒന്ന് ഹാൻഡ് ഫീഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ ആണെങ്കിൽ വളർന്ന് അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് നല്ലൊരു പെറ്റായിട്ട് വളർന്ന് നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരലും പിടിക്കലും. ഒരു 6-7 പേരുണ്ട് കേട്ടോ. ഒരാൾ ഇത്തിരി വലുതായി, ആളപ്പം അങ്ങോട്ട് പറന്നുപോയി. നല്ല രസമാണ് ഇവർ. ഇതെല്ലാവരും കൂടി ഒരു ട്യൂബിൽ കൂടെ അല്ല ഫുഡ് തരുള്ളൂ. അത് ഓരോരുത്തരായിട്ട് സ്വന്തമാക്കാനുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവർക്കും കിട്ടും, എന്നാലും നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് ഹാൻഡ് ഫീഡ് കൊടുക്കൽ. നേരം കൂടി ഉണ്ടാവണം കേട്ടോ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കിളികളൊക്കെ വാങ്ങി ടേമിടാക്കി വളർത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിറ്റുങ്ങളെ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഈ ബേഡ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക, പുതിയ വീഡിയോസ് ഇടുമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ.